ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. സ്വപ്നങ്ങളാണ് നമ്മുടെ എല്ലാം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വ്യക്തിപരമായ, കുടുംബപരമായ, സാമൂഹ്യപരമായ പ്രതീക്ഷകൾ. പക്ഷേ എന്നും പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊള്ളണമെന്നില്ല. പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും സംഭവിക്കാറുണ്ട്. നമ്മളിൽ പലരും അപ്പോൾ നിരാശരാകുന്നു, പരിഭ്രാന്തരാകുന്നു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പരിഭ്രാന്തിക്ക് സ്ഥാനമുണ്ടോ? ഇല്ല. കാരണം നാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിനായി പ്രവർത്തിക്കണം. ദൈവത്തെ അറിയാത്തവരിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം പകരണം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സരം ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് എല്ലാ ടീമുകളെയും ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. ഞാൻ ആൻസി അമലാപുരി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഏലിയാമ്മ അമലാപുരി ഇടവകയിൽ നിന്നും വരുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവരുടെ കൂടെ ഒരു സപ്പോർട്ടിംഗ് ടീമുമുണ്ട്. ടീം മിഖായേലിനെ അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് മിനി, സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മരുതോങ്കര. ഡിക്സി, സെന്റ് മേരീസ് ഫൊറോന ചർച്ച് മരുതോങ്കര. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് മിനി ജോസ്, കക്കയം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സ്റ്റീന ജസ്റ്റിൻ, കക്കയം ഇടവക. ടീം ഗബ്രിയേലിനെയും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മത്സരം ആരംഭിക്കാനായി നമുക്ക് നമ്മുടെ അജിയച്ചനെ ക്ഷണിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അജിയച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ 3-ാം റൗണ്ടിലാണ് നിങ്ങളിപ്പോൾ. 1ഉം 2ഉം റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി 3-ാം റൗണ്ടിൽ മാറ്റുരയ്ക്കാനായി വന്നിരിക്കുകയാണ്. അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേട്. നിങ്ങളെ ഏറ്റവും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു, വിജയാശംസകൾ നേരുന്നു. നല്ല മത്സരം നിങ്ങൾക്ക് ആശംസിക്കുകയും ചെയ്യുന്നു. 1-ാം റൗണ്ട് വചനം തിരുവചനം റൗണ്ട്. ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും ശരി ഉത്തരത്തിന് 30 മാർക്കുകൾ. ഉത്തരം തെറ്റിയാൽ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറയാം, 20 മാർക്കുകൾ നേടിയെടുക്കാം. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾ പാസ് ചെയ്യപ്പെടുന്നതല്ല. മുൻ ക്വിസ് മത്സരത്തിലെ പോലെ തന്നെ ഈ മത്സരത്തിലും ചോദ്യത്തിനുള്ള സമയം 30 സെക്കൻഡുകൾ മാത്രമായിരിക്കും. 30 സെക്കൻഡിനുള്ളിൽ ഉത്തരം പറയുക. പാസ് ചെയ്യുകയാണെങ്കിൽ 10 സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആദ്യ ചോദ്യം ടീം മിഖായലിനോട്. ശ്രദ്ധിക്കുക. ശതാധിപൻ പറഞ്ഞു, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ബാക്കി പൂരിപ്പിക്കുക. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എന്നെ ഭൃത്യൻ സുഖപ്പെടാൻ അങ്ങ് ഒരു വാക്ക് ഉച്ചരിക്കുക മാത്രം ചെയ്യുക. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഓപ്ഷൻ സി,
എന്റെ ഭൃത്യൻ സുഖപ്പെടുന്നതിനായി അങ്ങ് ഒരു വാക്ക് ഉച്ചരിക്കുക. ബി, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഓപ്ഷൻ ബി ആണ് ടീം മിഖായൽ തിരഞ്ഞെടുത്തത്. ഉത്തരം ശരിയാണ്. 30 മാർക്കുകൾ ടീം മിഖായലിന് ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക. നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന അറിയിപ്പ് ലഭിച്ചപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഓപ്ഷൻ ബി, ദൈവവചനം ശ്രവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഓപ്ഷൻ സി, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. കൃത്യമായ ഓപ്ഷൻ പറയുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 30 മാർക്കുകൾ ലഭിക്കുന്നു. ഓപ്ഷൻ സി, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ടീം ഗബ്രിയേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ശ്രദ്ധിക്കുക. താൻ അവനെ എന്തിന് സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടുവെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു. എന്താണ് യേശു അവളോട് പറഞ്ഞത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. മകളെ, സമാധാനത്തോടെ പോവുക. ഓപ്ഷൻ ബി ആണ് പറയുന്നത്. മകളെ, സമാധാനത്തോടെ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, സമാധാനത്തോടെ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയായ ഉത്തരമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മാർക്കുകൾ. വചനം തിരുവചനം റൗണ്ട് പൂർണ്ണമാകുന്നു. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. വചനം തിരുവചനം റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും ഒരേ പോയിന്റ് തന്നെയാണ് നേടിയിരിക്കുന്നത്, 30 പോയിന്റുകൾ. മൂന്നാം റൗണ്ടിലാണ് നിങ്ങളിപ്പോൾ മാറ്റുരയ്ക്കുന്നത്. 4ാം റൗണ്ടിൽ ഈ 3 ടീമുകളിൽ ഏത് ടീമുകൾ നമുക്കറിഞ്ഞുകൂടാ. 1ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 3 ടീമുകൾക്കും അടുത്ത ടീമിലേക്കുള്ള പ്രവേശനം വേണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 3 ടീമും ഒപ്പത്തിനൊപ്പം ആരംഭിച്ചിരിക്കുന്നു. അടുത്തത് വിഷ്വൽ റൗണ്ടാണ്. വിഷ്വൽ റൗണ്ടിൽ ഓരോ ടീമിനോടും 3 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. ഉത്തരം തെറ്റിപ്പോയാൽ -മാർക്ക് 5 മാർക്കുകൾ ലഭിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരം പറഞ്ഞാൽ -മാർക്ക് ഒഴിവാക്കുന്നതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ക്യൂസ് മത്സരത്തിലെ നിയമം അതുപോലെ തന്നെ തുടരുന്നു. വിഷ്വൽ റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. To return from a wedding banquet, so that when he comes and knocks, they can immediately open the door for him. It will be good for those servants whose master finds them watching when he comes. Truly, I tell you, he will dress himself to serve, will have them recline at the table, and will come and wait on them. It will be good for those servants whose master finds them ready, even if he comes in the middle of the night or towards daybreak. But understand this, if the owner of the house had known at what hour the thief was coming, he would not have his house be broken into. You also must be ready, because the Son of Man will come at an hour when you do not expect him. ഓക്കെ, വിഷ്വൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഉത്തരമുണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഈ ഉപമ ഏതാണ് എന്ന് സൂചിപ്പിക്കുക, ഏത് അധ്യായത്തിലാണ് എന്ന് സൂചിപ്പിക്കുക. ധൂർത്തപുത്രന്റെ ഉപമ അല്ല. ഒരു ക്ലൂ കൂടെ നിങ്ങൾക്ക് തരികയാണ്. 12ാം അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
സ്നേഹിക്കുന്നു. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയുക. യെസ്, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറയാവുന്നതാണ്. നിങ്ങൾക്കൊരു ക്ലൂ തന്നിരിക്കുന്നു. 12-ാം അധ്യായത്തിലാണ്. യെസ്, പ്രാർത്ഥനയുടെ ശക്തി. മുട്ടുന്നവൻ തുറക്കപ്പെടും, മുട്ടുന്നവനും തുറന്നു കിട്ടുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. അല്ല, ഉത്തരം തെറ്റാണ്. നിങ്ങളുടെ ഒരു സ്നേഹിതൻ രാത്രി വന്ന അല്ല, ഒരാൾക്കേ പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഒരാൾക്ക് മാത്രമേ പറയൂ. അത് എൻ്റെ ഉത്തരം ഞാൻ പറയാം. സദാ ജാഗരൂകരായ ഭൃത്യന്മാരാണ്. ഇവിടെ അവർ പറഞ്ഞു തുടങ്ങിയതാണ്, പക്ഷെ പിന്നീട് ഉറപ്പിച്ച് പറയാൻ സാധിച്ചില്ല. വാതിൽക്കൽ വന്ന് മുട്ടും, വിളക്ക് കത്തിച്ചിരിക്കുവിൻ. വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ തന്നെ തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കുവിൻ. അവൻ അവരെ ഭക്ഷണത്തിനിരുത്തുകയും പരിചരിക്കുകയും ചെയ്യും. ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ആ വിഷ്വലിലുണ്ട്. എന്തായാലും നിങ്ങൾക്ക് 2 പ്രധാനപ്പെട്ട ക്ലൂ നിങ്ങൾക്ക് തരികയുണ്ടായി. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് അധ്യായം 12 എന്നുകൂടെ ഞാൻ സൂചിപ്പിച്ചത്. ടീം റാഫേലിന് അവരുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം നൽകാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് 5 മൈനസ് പോയിന്റുകൾ ലഭിക്കുന്നു. ഇതിലെ 2ാമത്തെ ചോദ്യം. ഈ ഉപമയിലെ ഒരു മുഖ്യ സന്ദേശമുണ്ട്. ഈ ഉപമയ്ക്ക് ഒരു മുഖ്യ സന്ദേശമുണ്ട്. യേശു പറഞ്ഞ ഈ ഉപമയ്ക്ക് ഒരു മുഖ്യ സന്ദേശമുണ്ട്. അത് 40-ാം തിരുവചനമാണ്. ഒരു ക്ലൂവും കൂടെ നിങ്ങൾക്ക് തരിക. 40-ാം തിരുവചനമാണ്. ഏതാണത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ഓപ്ഷൻ ബി, മനുഷ്യപുത്രൻ വരുന്നത് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കുന്നതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. ഓപ്ഷൻ സി, പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്, നിങ്ങളും ഒരുങ്ങി ഇരിക്കുവിൻ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരത്തിനായി സപ്പോർട്ടിംഗ് ടീമിലേക്ക് പോകുന്നു. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ശരിയായ ഉത്തരമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. ടീം റാഫേലിനുള്ള മൈനസ് പോയിന്റ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം ശരി ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം ഈ ഉപമയിലെ തന്നെ ചോദ്യമാണ്. അതിലെ ഒരു തിരുവചന ഭാഗമാണ്. ചോദ്യം ഇതാണ്: ആരാണ് ലഘുവായി പ്രഹരിക്കപ്പെടുന്നത്? ആരാണ് കഠിനമായി പ്രഹരിക്കപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ആരാണ് ലഘുവായി പ്രഹരിക്കപ്പെടുന്നത്. താൻ ചെയ്യുന്ന തെറ്റ് അറിയാതെയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. ശരി, അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം റാഫേലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. വിഷ്വൽ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ടീം ഗബ്രിയേൽ ശ്രദ്ധിക്കുക. ഇതും യേശുവിൻ്റെ ഒരു ഉപമയാണ്. ലൂക്കായുടെ സുവിശേഷത്തിനുള്ള ഒരു ഉപമയാണ്. ശ്രദ്ധിക്കുക. When you see a cloud rising in the west, you immediately say, "It is going to rain." And so it happens. And when you see the south wind blowing, you say, "There will be scorching heat." And it happens. You hypocrites, you know how to interpret the appearance of earth and sky. But why do you not know how to interpret the present time? ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണിത്. ഉപമയാണ്. മുൻ ടീമിന് നൽകിയതുപോലെ നിങ്ങൾക്കും ഒരു ക്ലൂ നൽകുന്നു. ഇത് 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു ഉപമയാണ്. യേശുവിൻ്റെ ഒരു ഉപദേശം കൂടിയാണ്. യേശുവിൻ്റെ ഉപദേശമാണ്. ആ ഉപദേശം ഒരു ഉപമയുടെ രൂപത്തിലാണ് യേശു പറയുന്നത്. പോഷനായ ധനികന്റെ ഊണ് അല്ല, സമയം കഴിഞ്ഞിരിക്കുന്നു. ദൈവപരിപാലനയിൽ ആശ്രയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിലേക്ക്. യെസ്, പാസ്. ടീം ഗബ്രിയേലിന് 5 മൈനസ് മാർക്കുകൾ ലഭിക്കുന്നു. നിങ്ങൾ ആ വിഷ്വൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ആ വിഷ്വലിൽ
കൃത്യമായിട്ട് യേശുവിന്റെ ഉപമ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ ഉപദേശം. പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കാണുമ്പോൾ മഴ പെയ്യും എന്ന് നിങ്ങൾ പറയുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ ഇന്നത് സംഭവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ എന്തുകൊണ്ട് കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് വിവേചിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ത്? ഓപ്ഷൻ എ അത്യുഷ്ണം, ഓപ്ഷൻ ബി മഴയുണ്ടാകും, ഓപ്ഷൻ സി തണുപ്പ്. ഓപ്ഷൻ എ. ഓപ്ഷൻ എ അത്യുഷ്ണം. ഉത്തരം ശരിയാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. എവിടെ നിന്ന്? അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. എവിടെ നിന്ന്? ഇല്ല, ഓപ്ഷൻസ് ഇല്ല. ആലോചിക്കും. പറഞ്ഞോളൂ. കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുന്നു. യെസ്, സപ്പോർട്ടിംഗ് ടീമിന് പറയാവുന്നതാണ്. കാരാഗ്രഹത്തിൽ നിന്ന് ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം സപ്പോർട്ടിംഗ് ടീം പറഞ്ഞതുകൊണ്ട് ടീം ഗബ്രിയേലിന് ലഭിക്കുമായിരുന്ന 5 മൈനസ് പോയിന്റുകൾ ഒഴിവാക്കുന്നു. ടീം ഗബ്രിയേൽ ഈ റൗണ്ടിൽ 5 പോയിന്റുകളാണ് നേടിയിരിക്കുന്നത്. ടീം റാഫേലും 5 പോയിന്റുകളാണ് നേടിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യെസ്, അടുത്ത ചോദ്യം ടീം മിഖായൽ. വിഷ്വൽ ശ്രദ്ധിക്കുക. If only on this your day you had known the path for peace, but you have failed to see it. The days will come when your enemies build ramparts to surround you and hem you in, pressing hard from every side. And within these walls they will destroy you, you and your children. ഇതൊരു സംഭവമാണ്, ഒരു ഉപമയൊന്നുമല്ല, ഒരു സംഭവമാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. പറഞ്ഞോളൂ. ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ച് ഈശോ പറയുന്നതാ. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഹെഡിങ് എന്താണ് ആ വചനഭാഗത്തിന്റെ? ജെറുസലേമിന്റെ നാശം. ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും ഇതിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്ന പോലെ ഇതിന്റെ സന്താനങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് ഞാൻ എത്രയോ അധികമായി ആഗ്രഹിച്ചു. ഓക്കെ, അത് ജെറുസലേമിന്റെ നാശത്തെ പറ്റി പറയുന്നതാണ്. മറ്റെന്താണ് അവിടുത്തെ ഹെഡിങ് എന്താണ് കൃത്യമായിട്ട്? പിന്നെ ഈശോ പറയുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നു. അവിടെ ശരിക്കും അത് ജെറുസലേമിനെ കുറിച്ചുള്ള യേശുവിന്റെ വിലാപമാണ്. നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം, ബൈബിളിലെ പോലെയുള്ള ഉത്തരം കൃത്യമായി എന്താണ് ഇത് എന്നുള്ളത് പറയാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ശരിയായതുകൊണ്ട് 3 മാർക്കുകൾ കുറയ്ക്കുന്നു. 7 മാർക്കുകൾ ടീം മിഖായലിന് ലഭിക്കും. അടുത്ത ചോദ്യം. ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ചില യഹൂദർ, ഓപ്ഷൻ ബി ചില ഫരിസേയർ, ഓപ്ഷൻ സി ചില നിയമജ്ഞർ. ഓപ്ഷൻ ബി ചില ഫരിസേയർ. ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്, ചില ഫരിസേയർ. ടീം മിഖായലിന് 10 പോയിന്റുകൾ ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം. ഇതിന് യേശുവിന്റെ മറുപടി എന്തായിരുന്നു? നീ ഇവിടെ നിന്ന് പോവുക, ഹെറോദോസ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നു എന്ന് ചില ഫരിസേയർ പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും പിശാചുകളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ 3-ാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും.
മൂന്നാം ദിവസം എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ഉത്തരം ഏകദേശം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്കുകൾ മാറിയിട്ടുണ്ട്, പക്ഷേ അത് അവഗണിക്കാവുന്നതേ ഉള്ളൂ. ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് 10 പോയിന്റുകൾ കൂടി നൽകുന്നു. വിഷ്വൽ റൗണ്ട് അവസാനിക്കുകയാണ്. സാമാന്യം കാഠിന്യമേറിയ ഒരു റൗണ്ടായിരുന്നു ഇത്. വിഷ്വൽസ് വളരെയേറെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നു. എങ്കിലും 3 ടീമുകൾക്കും ഒരേപോലെ കാഠിന്യമുള്ളതാണ് നൽകിയത്. അതിൽ മാർക്ക് കിട്ടാത്തതിനെ ഓർത്ത് ടീമുകൾ വിഷമിക്കൊന്നും വേണ്ട. ഇനിയും 3 റൗണ്ടുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന സ്കോറിംഗ് എത്രയാണ് എന്ന് നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 57 പോയിന്റ്, ടീം റാഫേൽ 35 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 35 പോയിന്റ്സ്. 2 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഓരോ ടീമിനും കിട്ടിയ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി 3 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. 3ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. ഓരോ ടീമിനും 1 മിനിറ്റ് നൽകുന്നതാണ്. 1 മിനിറ്റിനുള്ളിൽ എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും ഉത്തരം പറയാവുന്നതാണ്. ഓരോ ശരി ഉത്തരത്തിനും 5 മാർക്കുകൾ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ടീമിന് 3 തെറ്റ് അല്ലെങ്കിൽ പാസ് പറയാനുള്ള അവകാശമേ ഉള്ളൂ. 3 പാസ് അല്ലെങ്കിൽ തെറ്റ്, പാസും തെറ്റും ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ആ ടീമിന്റെ അവസരം തീരുന്നതാണ്. ആദ്യ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ആരംഭിക്കുന്നു. തക്കൽദാമ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മത്തിയാസിനൊപ്പം നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ആരായിരുന്നു? യോസഫ്. ശരിയായ ഉത്തരമാണ്. എവിടെയുള്ള ഒരു പ്രമുഖ പട്ടണമായിരുന്നു കോറിന്തോസ്? ഗ്രീസിലുള്ള. ശരിയായ ഉത്തരമാണ്. കോറിന്തോസ് 13-ാം അധ്യായം 13-ാം വാക്യം എന്ത്? സ്നേഹമാണ് സാൽവർക്ക് ഇഷ്ടം. ശരിയായ ഉത്തരമാണ്. ഫുൾട്ടൻ ജഷീൻ ജനിച്ച സ്ഥലം? പാസ്. തായ്ലൻഡ് രാജാവിന്റെ പേര് എന്ത്? മഹാവജ്രലങ്കോൺ രാമ 10-മൻ. ശരിയായ ഉത്തരമാണ്. തായ്ലൻഡ് ആദ്യം സന്ദർശിച്ച മാർപ്പാപ്പ ആര്? ജോൺ ബോൾ 2-മൻ മാർപ്പാപ്പ. ശരിയായ ഉത്തരമാണ്. ജപ്പാനീസ് ചക്രവർത്തിയുടെ പേരെന്ത്? നാറുഹിദോ. ശരിയായ ഉത്തരമാണ്. അതിനാൽ സമയം തീർന്നിരിക്കുന്നു. നിങ്ങൾ 1 മിനിറ്റിനുള്ളിൽ 8 ചോദ്യങ്ങളാണ് നേരിട്ടത്. അതിൽ 2 എണ്ണം നിങ്ങൾ പാസ് പറഞ്ഞു. 6 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. അങ്ങനെ 30 പോയിന്റുകൾ ടീം ഗബ്രിയേൽ റാപ്പിഡ് റൗണ്ടിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ടിലെ 2ാം ചോദ്യം ടീം മിഖായലിനോട്. ചോദ്യം ആരംഭിക്കുന്നു. അതിനാൽ നിങ്ങൾ വ്യാജം വെടിഞ്ഞ് തങ്ങളുടെ അയൽക്കാരോട് പൂരിപ്പിക്കുക. അയൽക്കാരോട് സത്യം പറയണം. ശരിയായ ഉത്തരമാണ്. ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ പൂരിപ്പിക്കുക. ഭാര്യ ഭർത്താവിന്റെ ശിരസ്സാണ്. ഭർത്താവും ഭാര്യയുടെ ശിരസ്സാണ്. ഉത്തരം തെറ്റിപ്പോയി. ഏത് പടത്തൊപ്പിയാണ് അണിയേണ്ടത്? രക്ഷയുടെ പടത്തൊപ്പി. ശരിയായ ഉത്തരമാണ്. BBC തെരഞ്ഞെടുത്ത 100 പ്രമുഖ വനിതകളിൽ സ്ഥാനം പിടിച്ച ഒരു സിസ്റ്റർ ആര്? സിസ്റ്റർ ജെറാർഡ്. ശരിയായ ഉത്തരമാണ്. സിസ്റ്ററിന്റെ പ്രവർത്തന രംഗം ഏത്? സിസ്റ്റർ തടവിലായിരിക്കുന്നവരെ പോയി കണ്ട് സന്ദർശിച്ച് അവർ ആവശ്യതയെ കിടക്കുന്നവരെ പോയി, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ പോയി കണ്ട് അവർക്ക് അവരുടെ മരണത്തിനൊരുക്കി. അടുത്ത ചോദ്യം കൊല്ലം രൂപതയുടെ അധ്യക്ഷൻ ആര്? പോൾ ആന്റണി മുല്ലശ്ശേരി. ശരിയായ ഉത്തരമാണ്. ഫാദർ LM സുക്കോൾ. സമയം കഴിഞ്ഞിരിക്കുന്നു. 6 ചോദ്യങ്ങളാണ് നിങ്ങൾ നേരിട്ടത്. 6 ചോദ്യത്തിൽ ഒരു ഉത്തരം തെറ്റാണ്. ഭർത്താവാണ് ഭാര്യയുടെ ശിരസ് പറഞ്ഞ് അതാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് മാറിപ്പോയി. അതൊന്ന്. രണ്ടാമത്തത് സിസ്റ്ററിന്റെ പ്രവർത്തന രംഗം തടവ് പുള്ളികളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളതല്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ ചെന്ന് കാണുക, ആശ്വസിപ്പിക്കുക, മാനസാന്തരപ്പെടുത്തുക. നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരത്തിൽ അതിനാണ് നിങ്ങൾ കൂടുതൽ സമയം കളഞ്ഞത്. അത് പറയും. നിങ്ങൾക്കറിയില്ല, പെട്ടെന്ന് അത് പാസ് ചെയ്താൽ മതിയായിരുന്നു.
സിസ്റ്ററുടെ പേര് പറഞ്ഞത് ശരി, വളരെ ശരിയാണ്. സിസ്റ്ററിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ മാർക്ക് തന്നു, അംഗീകരിച്ചു. അപ്പോൾ നിങ്ങളെ അതും കൂടി കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ പറഞ്ഞ ഉത്തരം അവിടെ വന്നില്ല എങ്കിലും നിങ്ങൾ ആ ഉത്തരം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ 2 മാർക്കുകൾ അതിന് നൽകുകയാണ്. 2 മാർക്കുകൾ നൽകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് 22 പോയിന്റുകളാണ്. 4 ശരി ഉത്തരവും ഒരു ഭാഗിക ഉത്തരവും. അങ്ങനെ 22 മാർക്കുകൾ ടീം മിഖായലിന് ലഭിക്കുന്നു. ടീം റാഫേലിനോടാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സാംബിയയിൽ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കായി ആരംഭിച്ച പദ്ധതിയുടെ പേര്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം സാംബിയയിലെ ജനസംഖ്യയിൽ എത്രമാത്രം ആളുകൾ അംഗവൈകല്യമുള്ളവരാണ്? മൂന്നാമത്തെ ചോദ്യം. വിശുദ്ധ ബലിയർപ്പണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏത്? അനാഫറ. ശരിയായ ഉത്തരമാണ്. കുർബാന സ്വീകരണം പ്രോത്സാഹിപ്പിച്ച മാർപ്പാപ്പ ആര്? 10-ാം പീസ് മാർപ്പാപ്പ. രഹസ്യ കുമ്പസാരം സഭയിൽ ആദ്യം ആരംഭിച്ചത് എവിടെ? അയർലൻഡ്. ശരിയായ ഉത്തരമാണ്. ധനഹ എന്ന വാക്കിന്റെ വാച്യാർത്ഥം? സൂര്യോദയം. ശരിയായ ഉത്തരമാണ്. മാതാവിന്റെ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്നത് എന്ന്? ഫെബ്രുവരി 2. ശരിയായ ഉത്തരമാണ്. ഫാദർ LM സുക്കോൾ ഏത് സഭാ സമൂഹത്തിൽപ്പെട്ട വൈദികനായിരുന്നു? കഴിഞ്ഞു. 3 പാസ്സായി. 3 പാസ്സോടുകൂടി നിങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്. 8 ചോദ്യങ്ങൾ അഭിമുഖീകരിച്ചു. 5 എണ്ണത്തിന് ശരി ഉത്തരം പറഞ്ഞു. 3 എണ്ണം നിങ്ങൾ പാസ് ചെയ്തു. അങ്ങനെ 25 മാർക്കുകൾ ടീം റാഫേൽ റാപ്പിഡ് റൗണ്ടിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. റാപ്പിഡ് റൗണ്ടിൽ 25 പോയിന്റുകൾ കരസ്ഥമാക്കിയ ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. 3 റൗണ്ടുകൾ പിന്നിടുമ്പോൾ ഓരോ ടീമിനും എത്ര പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ജോസ്മി. ടീം മിഖായേൽ 79 പോയിന്റ്സ്, ടീം റാഫേൽ 60 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 65 പോയിന്റ്സ്. 4ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ ക്വിസ് മാസ്റ്റർ തന്റെ ദൗത്യം ടീമുകളെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ വേദിയിൽ നിൽക്കുന്ന ടീമുകൾ സപ്പോർട്ടിംഗ് ടീമിനോട് ചോദ്യങ്ങൾ ചോദിക്കും. ശരി ഉത്തരം പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ടീമിന് 15 പോയിന്റുകൾ ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ടീമിന് 10 പോയിന്റുകൾ ലഭിക്കും. ചോദിക്കുന്നവർക്കും ഉത്തരം പറയുന്നവർക്കും നേട്ടം കിട്ടുന്ന റൗണ്ടാണ് സപ്പോർട്ടേഴ്സ് റൗണ്ട്. ആദ്യ ചോദ്യം ചോദിക്കുക ടീം മിഖായേലാണ്. ടീം മിഖായേൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം റാഫേൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം ഗബ്രിയേൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടായിരിക്കും. ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ക്വിസ് മാസ്റ്ററുടെ ഓരോ ചോദ്യം ഓരോ ടീമിനോട്. ഇപ്പോൾ മാസങ്ങളായി തിരുവചനം വായിക്കാനും പഠിക്കാനും ആരംഭിച്ചിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സമയത്തോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ദൈവാനുഭവം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളൊരു അവസരമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് പങ്കുവെക്കാം. ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക്. എൻ്റെ കൊച്ചുമകൾ ഇപ്പം 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിന് മുമ്പ് നടന്ന കാര്യമാണ്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾ UKG പഠിച്ചപ്പോഴത്തേക്കും പനി വന്നു, മാറാതെ വന്നു. വയറുവേദന, നടുവേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ദിവസം മാറാതെ വന്നപ്പം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പം എൻ്റെ ചേച്ചിയുടെ മോൻ ഡോക്ടറാവും പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ ഇതാക്കത്തില്ല, അവിടുന്ന് ടെസ്റ്റ് ചെയ്യണം. അത് അവർക്ക് 1 മാസം കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് പിന്നെ റിസൾട്ട് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ 1 മാസം അപ്പം വെള്ളം കുടിച്ചിനെ നല്ലോണം കുടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ കണ്ടതിനെക്കാട്ടിയും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് പിന്നെ രണ്ടെണ്ണം ഒത്തിരി വലുതാണ്. അത് ട്യൂബ് ഇട്ടെടുക്കണോ ഓപ്പറേഷൻ ചെയ്തെടുക്കണോ എന്ന് നോക്കാൻ വേണ്ടി വേറൊരു ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലാസ്റ്റ് എക്സാം നടക്കുന്നതുകൊണ്ടായതുകൊണ്ട് 2 ദിവസത്തെ അവധി ഞങ്ങൾ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് അവളുടെ പരീക്ഷ കഴിയുമായിരുന്നു. അതൊരു തിങ്കളാഴ്ചയാണ് ഈ ഒത്തിരി കൂടുതലുണ്ടെന്ന് പറയുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ അന്ന് യുദാസ്ലിയയുടെ നൊവേനയുണ്ട്. ആ നൊവേനയ്ക്ക് ഞങ്ങൾ കൂടി എല്ലാവരും ഭയങ്കരമായിട്ട് കുർബാന കൂടി എന്ന് കരഞ്ഞ് കുർബാന കൂടി.
പിന്നെ വെള്ളിയാഴ്ചയാണ് നമ്മളെ ടെസ്റ്റിന് വെള്ളിയാഴ്ച സെൻറ്റ് ജോസഫ് പള്ളിയിൽ ഉണ്ണീശോയുടെ നൊവേന നടക്കുന്നുണ്ട്. ആ നൊവേനയ്ക്ക് ഞങ്ങളെല്ലാവരും പോയി. അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഏറ്റവും മുന്നിൽ മോളുമായിട്ട് പോയിരുന്നു. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ 3 പ്രാവശ്യം അച്ഛൻ ഇവിടെ നോക്കി ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെ കുർബാന ചെല്ലുമ്പോൾ ഒരിക്കലും അച്ഛനങ്ങനെ ആരെയും നോക്കി ചിരിക്കത്തില്ല. പക്ഷേ ഈ കൊച്ചിനെ നോക്കി 3 പ്രാവശ്യം അച്ഛൻ ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യാതൊരു ഇതുമില്ല. ആ ഡോക്ടർക്ക് ഭയങ്കര അതിശയം. പിന്നെ എന്നിട്ട് നേരത്തെ 1 മാസം മുമ്പുള്ള ടെസ്റ്റിംഗ് ഒക്കെ എടുത്ത് നോക്കി. അപ്പം അതിലുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം എന്നിട്ട് പുള്ളി നോക്കിയിട്ട് പറഞ്ഞു കൊച്ചിന് യാതൊരു കുഴപ്പമില്ല എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ദൈവാനുഗ്രഹം നടന്നിട്ടുണ്ട്. അന്ന് അവൾ UKG ആയിരുന്നു. ഇപ്പോൾ അവൾ 7ാം ക്ലാസ്സിലെത്തി. നന്ദി പറയാം. ദൈവം നൽകിയ വലിയ സൗഖ്യത്തിന് നന്ദി പറയാം. ഞങ്ങളും ദൈവത്തിന് നന്ദി പറയുന്നു, സന്തോഷിക്കുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം. ഈശോ അനുദിന ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പ്രത്യേകിച്ച് അപകടങ്ങളിൽ നിന്ന് സംരക്ഷണമായിട്ടും മക്കളുടെ പരീക്ഷകളിൽ വിജയമായിട്ടും ഈശോ കൂടെയുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. വചനം കൂടുതലായിട്ട് വായിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. അതിന് ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച വചനം റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 28-ാം വചനമാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ എനിക്ക് ഈ വചനം കൂടുതൽ ധ്യാനിക്കുവാനും അതുവഴിയായിട്ട് ആ പ്രയാസങ്ങളൊക്കെ മാറിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകുന്നുണ്ട്. വചനം കൂടുതലായിട്ട് വായിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിച്ചു. ഒന്നെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ കുറച്ച് സമയം, അല്ലെങ്കിൽ രാത്രിയിൽ കുറച്ച് സമയം വചനം കൂടുതലായിട്ട് വായിക്കുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഒരു അനുഭവം ഞാൻ പ്രത്യേകം പറയുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള സോണിയ മെനിഞ്ചൈറ്റിസ് ബാധിച്ച് വളരെ കൂടുതലായിരുന്നു. ആ അപകടസ്ഥിതിയിൽ നിന്ന് ദൈവം അവളെ സുഖപ്പെടുത്തുകയുണ്ടായി. ആരാണ് ആള്? ഇപ്പോൾ എന്ത് തോന്നുന്നു? ദൈവത്തിൻ്റെ പരിപാലന അടുത്തറിഞ്ഞ ദിവസങ്ങളായിരുന്നു. 2 ദിവസം ICUയിൽ ബോധമില്ലാതെ കിടന്നിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടു വന്നത്. ഓക്കെ, ദൈവത്തിന് നന്ദി പറയാം. സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് വീണ്ടും വചനം പഠിച്ച് വാശിയോടുകൂടി മത്സരിക്കാൻ വന്നിരിക്കുന്നു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ 30:20 ക്ലേശത്തിൻ്റെ അപ്പം തന്നാലും കഷ്ടതയുടെ ജലം തന്നാലും നിന്റെ നാഥൻ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. വളരെ സാമ്പത്തികമായ നിലയിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബിസിനസ് മെല്ലെ തകർന്നു. വലിയൊരു കടബാധ്യതയിലേക്ക് പോകുകയും ഞങ്ങളുടെ ഭവനം ജപ്തി ചെയ്യുമെന്നൊരവസ്ഥ വരികയും ബാങ്കുകാർ നിരന്തരം വീട്ടിൽ കയറിയിറങ്ങി ജപ്തി ചെയ്യാൻ പോകുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിത് പുതുക്കി വെക്ക് എന്നൊരു നിർദ്ദേശവുമായി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയും അവിടുന്ന് ഒരു ആധാരം മേടിച്ച് എൻ്റെ പേരിൽ അത് ആക്കി ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാക്കി കിട്ടി. അവസാന നിമിഷം അതെൻ്റെ പേരിലേക്ക് വരണമെങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണം. അങ്ങനെ ഞങ്ങൾ കുരാച്ചുണ്ടിലേക്ക് അക്കൗണ്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഓട്ടോറിക്ഷ അഗാധമായൊരു കൊക്കയിലേക്ക് മറിയുകയും എനിക്ക് ഒരു 5 സ്ഥലത്ത് പരിക്കുകളും ഒരുപാട് സ്ഥലത്ത് ശരീരത്തിൽ ഛർദ്ദവും ഒടുവുമായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അക്കൗണ്ട് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1.5 മാസം നീണ്ട ആശുപത്രിയിലെ ജീവിതത്തിനിടയിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജീവിത പങ്കാളി, വീട്ടിലൊരു പശുഫാമുണ്ട്, കുഞ്ഞു 2 മക്കള്, വയസ്സായ അമ്മച്ചി, ഒത്തിരി കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി. ആ 1.5 മാസം ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് രാവിലെ പത്രം നോക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നു എന്നൊരു വാർത്ത കണ്ടു. അപ്പോൾ ഞങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ടു. ബാങ്കിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ബാധ്യത 4,83,500 രൂപ എഴുതിത്തള്ളുകയും ഞങ്ങൾ വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി തീർക്കുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിലൂടെ ഈശോ വെളിപ്പെടുത്തി തന്നു. യെസ്, ദൈവത്തിന് നന്ദി പറയാം. അന്ന് നിങ്ങൾ പുതുക്കി വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ഇളവ് നിങ്ങൾക്ക് കിട്ടുകയില്ലായിരുന്നു. യെസ്, അത് ദൈവം തന്നെ അത് തടഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ വഴികൾ നമുക്ക് അറിഞ്ഞുകൂടാ. അജ്ഞാതമാണ് ദൈവത്തിന്റെ വഴികൾ. എന്ത് തന്നെയാണെങ്കിലും ദൈവത്തിന്റെ കൃപ നമ്മൾ തൊട്ട് മനസ്സിലാക്കുന്ന അവസരങ്ങളാണ് ഇതെല്ലാം. അമ്മമാർക്ക് പ്രത്യേകം നന്ദി. ചോദ്യത്തിലേക്ക്. ആദ്യ ചോദ്യം ടീം മിഖേലാണ് ചോദിക്കേണ്ടത് ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. എപ്പോഴാണ് എല്ലാറ്റിൻ്റെയും അവസാനമാകുന്നത്? ആ വചനഭാവം കൂടി ഒന്ന് പറഞ്ഞേക്കാം, വലിയ ചോദ്യമായതുകൊണ്ട്. കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15 വാക്യം പറഞ്ഞു. യെസ്, 15 അധ്യായം 24 വാക്യം. എപ്പോഴാണ്
എല്ലാറ്റിൻ്റെയും അവസാനമാകുന്നത്? ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അത് ഈ വചനഭാഗമാണ്. ഭാഷാപരത്തിലൂടെ. പറഞ്ഞോളൂ. ഭാഷാപരത്തിലൂടെയാണ്. ശരിയായ ഉത്തരം പറയാവുന്നതാണ്. യേശു എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. ടീം ചോദ്യത്തിന് ശരി ഉത്തരം ടീം ഗബ്രിയലിന് സപ്പോർട്ടിംഗ് ടീം പറയാത്തത് കൊണ്ട് ടീം മിഖായലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. എന്തിനാണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത്? ഒരിക്കൽ കൂടി ആവർത്തിക്കുക. എന്തിനാണ് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത്? വാക്യം കൂടി പറഞ്ഞേക്ക്. എഫേസൂസ് 2:16. പാസ്. ഉത്തരം പറയും. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശരി, വലിയ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. പക്ഷെ അത് ടീമിൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അതിൽ ഞാൻ ഇടപെടുന്നില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഈ ചോദ്യ ഘടനയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ചോദ്യവുമാണ്. ടീം മിഖായലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. ടീം റാഫേൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവർ ചിലരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ആരെന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ചോദ്യം മാത്രം ആവർത്തിച്ചാൽ മതി. ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അയക്കും. അവർ ചിലരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ആരെന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തുന്നത്? യെസ്. ആൻസറാണ് പറയേണ്ടത്. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ വളരെ 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് ആൻസർ ആണത്. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയാവുന്നതാണ്. ദൈവത്തിന്റെ ജ്ഞാനം. രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ എന്നാണ്? ഒരിക്കൽ കൂടി ആവർത്തിക്കുക ചോദ്യം. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ എന്നാണ്? നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ എന്നാണ് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. അതൊരു കൃത്യം ഡേറ്റ് അങ്ങ് പറയാൻ പറ്റിയല്ല. ഒരു എല്ലാ വർഷവും മാറി മാറി വരുന്ന ഒരു ഡേറ്റ് ആണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയും. ഉയിർപ്പുകാലം 6-ാം ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. ഉയർപ്പുകാലം 6-ാം ഞായർ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. വിജ്ഞാന മുത്തുകൾ എന്നുള്ളൊരു ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ചോദ്യം ഉത്തരം അവിടെ ഉണ്ട്, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. 2 ചോദ്യങ്ങൾക്കും പറയാൻ സാധിക്കാത്തത് കൊണ്ട് ടീം റാഫേലിന് 20 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. അടുത്ത അവസരം ടീം ഗബ്രിയലിനാണ്. ടീം ഗബ്രിയൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദിക്കാം. വെളിപാട് 7-ാം അധ്യായ പ്രകാരം ഇസ്രായേൽ മക്കളുടെ മുദ്രിതയുടെ എണ്ണം പറയുമ്പോൾ ലേവി ഗോത്രം എത്രാമത്തേതാണ്? ഉറക്കെ പറയുക. 7-ാമത്തെ. ഉത്തരം തെറ്റാണെങ്കിൽ ശരി ഉത്തരം പറയുക. 8-ാമത്തേതാണ്. 8-ാമത്തേതാണ് ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം.
മാർപ്പാപ്പയുടെ സംരക്ഷകരാണല്ലോ സിസ് ഗാർഡുകൾ. അവർ ധരിക്കുന്ന വർണ്ണശബളമായ യൂണിഫോം രൂപകൽപ്പന ചെയ്തത് ആര്? ഒരിക്കൽ കൂടി ആവർത്തിക്കാം ചോദ്യം. മാർപ്പാപ്പയുടെ സംരക്ഷകരാണല്ലോ സിസ് ഗാർഡുകൾ. അവർ ധരിക്കുന്ന വർണ്ണശബളമായ യൂണിഫോം രൂപകൽപ്പന ചെയ്തത് ആര്? പാസ്. ശരി ഉത്തരം പറയാവുന്നതാ. മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയാണ് രൂപകൽപ്പന ചെയ്തത്. ടീം ഗബ്രിയലിന്റെ ചോദ്യങ്ങൾക്കും ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. ടീം ഗബ്രിയലിന് 20 മാർക്കുകൾ ലഭിക്കുന്നു. സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കിസ് മാസ്റ്റർ തന്റെ അധികാരം അല്പനേരം വിട്ടുകൊടുത്തപ്പോൾ എത്ര കഠിനമായ ചോദ്യങ്ങളാണ് ചോദിച്ചത്. കിസ് മാസ്റ്ററുടെ ചോദ്യങ്ങൾ ഇതിനേക്കാൾ എത്രയോ ലളിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. ഒരവകാശം വിട്ടുകൊടുത്തപ്പോൾ 3 ടീമുകളും കടുകട്ടിയായ ചോദ്യമാണ് ചോദിച്ചത് എന്നുള്ളത് ഇവിടെ പറയാതിരിക്കാനായിട്ടാവുകയില്ല. പക്ഷേ അത് ഓരോ ടീമിന്റെ അവകാശമാണ്. അവർക്ക് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. തീർച്ചയായും ഈ ചോദ്യങ്ങൾ കണ്ടുപിടിച്ച 3 ടീമിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. യെസ്, സപ്പോർട്ടേഴ്സ് റൗണ്ട് അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ട് ആണ്. ഇപ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ എത്രയാണെന്നറിയാം. ജോസ്മി. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 99 പോയിന്റ്സ്. ടീം റാഫേൽ 80 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 85 പോയിന്റ്സ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലെ ഈ എപ്പിസോഡിലെ ഫൈനൽ റൗണ്ട് മെഗാ ബോണസ് റൗണ്ട്. ഓരോ ടീമിനും 50 പോയിന്റുകൾ വരെ നേടിയെടുക്കാവുന്ന ഒരു സുവർണ അവസരം. അതോടൊപ്പം അപകടവും ഒളിഞ്ഞിരിക്കുന്ന ഒരു റൗണ്ട്. 3 ടീമുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. 99, 80, 85. ആർക്കും വിജയിക്കാം, ആർക്കും പരാജയപ്പെടാം. ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക ഈ റൗണ്ടിനെ ആശ്രയിച്ചിരിക്കും. മെഗാ ബോണസ് റൗണ്ടിലെ ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. 3 ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ്, രണ്ടാമത്തെ ചോദ്യത്തിന് 15, മൂന്നാമത്തേതിന് 25. എന്നാൽ നിങ്ങൾ പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ തത്തുല്യമായ പോയിന്റുകൾ മൈനസ് ആയിട്ട് പരിഗണിക്കപ്പെടും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് പോയിന്റുകൾ കുറയും, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. എന്നാൽ ഈ റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയോ ക്വിറ്റ് ചെയ്യുകയോ ചെയ്യാം. പ്രൊസീഡ് ചെയ്യാം, ക്വിറ്റ് ചെയ്യാം. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഏത് ഭാഗത്ത് നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് എന്നും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നതായിരിക്കും. ടീം റാഫേൽ റെഡിയാണോ? റെഡി. ആദ്യ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയണ്ടേ ഏത് ഭാഗത്ത് നിന്നാണ് എന്നറിയണ്ടേ? വിജ്ഞാന മുത്തുകൾ നിന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. ശരി, എങ്കിലിത് ആദ്യത്തെ ചോദ്യം. ചാക്രിക ലേഖനങ്ങളെല്ലാം ഔദ്യോഗികമായി പരസ്യപ്പെടുത്തുന്ന പ്രസിദ്ധീകരണം ഏത്? അപ്പസ്തോലിക സിംഹാസനത്തിന്റെ നടപടികൾ. അപ്പസ്തോലിക സിംഹാസനത്തിന്റെ നടപടികൾ. ആക്ട അപ്പസ്തോലിക്ക സേദിസ്. ഓക്കെ, ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ ലഭിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യും. ചോദ്യം: 108 ഏക്കർ വിസ്തീർണമുള്ള വത്തിക്കാൻ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയത് എന്നു മുതലാണ്? ഏത് ഉടമ്പടി മുതലാണ്? 1929 ഫെബ്രുവരി 11 ലാറ്ററൽ ഉടമ്പടി. 1929 ഫെബ്രുവരി 11 നടന്ന ലാറ്ററൻ ഉടമ്പടി മുതലാണ്. യെസ്, ശരിയായ ഉത്തരമാണ്. 15 മാർക്കുകൾ കൂടി ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം 25 മാർക്കിന്റെ ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ 25 മാർക്ക്, തെറ്റായ ഉത്തരമാണെങ്കിൽ 25 മാർക്കുകൾ നഷ്ടമാകും. ഇപ്പോൾ ലഭിച്ച 25 മാർക്കുകൾ നഷ്ടമാകും. പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ്. യെസ്. ചോദ്യം: ബെനഡിക്റ്റ്
16-ാമൻ മാർപ്പാപ്പയുടെ 3 ചാക്രിക ലേഖനങ്ങൾ ഏവ? അവ എഴുതപ്പെട്ട വർഷം ഏതൊക്കെ? ദൈവം സ്നേഹമാവുന്നു 2005 ഡിസംബർ 25. മാസം പറയേണ്ടതില്ല, വർഷം പറഞ്ഞാൽ മതി. 2005. പിന്നെ പ്രത്യാശയിൽ രക്ഷ 2007. സത്യത്തിൽ സ്നേഹം 2009. ദൈവം സ്നേഹമാകുന്നു 2005, പ്രത്യാശയിൽ രക്ഷ 2007, സത്യത്തിൽ സ്നേഹം 2009 എന്നല്ലേ പറഞ്ഞത്? ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ടീം റാഫേൽ 50 പോയിന്റുകൾ മെഗാ ബോണസ് റൗണ്ടിൽ നേടിയെടുത്തിരിക്കുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. ടീം ഗബ്രിയേൽ, നിങ്ങളോട് ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകൾ നിന്നാണ്. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്. എങ്കിൽ ആദ്യത്തെ ചോദ്യം, ഊമനായ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷം ഏത്? വേണ്ട വേണ്ട, സുവിശേഷം ഏതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ സുവിശേഷം ഏതാണെന്ന് മാത്രം പറയുക. ഊമനായ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം ലൂക്കായുടെ സുവിശേഷം. ലൂക്കായുടെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം. ഞാൻ നിങ്ങളുടെ രണ്ടാമത്തെ ഉത്തരം പരിഗണിക്കാൻ പാടുള്ളതല്ല. പരിഗണിച്ചാൽ പോലും അതും തെറ്റ് തന്നെയാണ്. ഊമനായ പിശാചി ബാധിതനെ സുഖപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷം മത്തായിയുടെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം. നിങ്ങളുടെ 10 മാർക്കുകൾ നഷ്ടമാകുന്നു. ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ നഷ്ടമാകും. ടീം മിഖായേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. മെഗാ ബോണസ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. നിങ്ങളോട് ചോദിക്കുന്നത് വിജ്ഞാന മുത്തുകൾ നിന്നാണ്. വിജ്ഞാന മുത്തുകൾ. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. പ്രൊസീഡ് ചെയ്യുന്നു. ശരി. ആദ്യ ചോദ്യം, കത്തോലിക്ക തിരുസഭയിൽ ആകെ എത്ര റീത്തുകൾ ഉണ്ട്? 24. 24 ശരിയായ ഉത്തരമാണ്. പാശ്ചാത്യ സഭ 1, പൗരസ്ത്യ സഭയിൽ 23. 10 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. 10 മാർക്കുകൾ. ഇനി പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? ക്വിറ്റ് ചെയ്യുന്നു. ക്വിറ്റ് ചെയ്യുന്നു. മതി. യെസ്, നിങ്ങൾ മതി എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ നൽകാൻ എനിക്കും സാധിക്കുകയില്ല. റൗണ്ടുകൾ അവസാനിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ 3-ാം റൗണ്ടിലെ ഈ എപ്പിസോഡിൽ വളരെ നല്ല മത്സരം കാഴ്ചവെച്ച 3 പേരെയും അഭിനന്ദിക്കുകയാണ്. ഓരോ ടീമിന് ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ബൈബിൾ പഠിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്രയിലെ ഓരോ നാഴികക്കല്ലുകളാണ് ഓരോ എപ്പിസോഡുകളും. ഇന്നിവിടെ ഒരു എപ്പിസോഡ് കൂടി അവസാനിക്കുകയാണ്. ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് 130 പോയിന്റുമായി ടീം റാഫേൽ. 109 പോയിന്റുമായി ടീം മിഖായേലാണ് 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ടീം ഗബ്രിയേലിന് ലഭിച്ചിരിക്കുന്നത് 75 പോയിന്റ്സ്. ടീം റാഫേൽ, ടീം മിഖായേൽ, മരുതോങ്കര ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ടീം റാഫേൽ, അമലാപുരി ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ടീം മിഖായേൽ, രണ്ടുപേരും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടുപേരെയും കൃത്യമായി അഭിനന്ദിക്കുന്നു. ടീം ഗബ്രിയേൽ, നല്ല പോരാട്ടമാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. ചോദ്യങ്ങൾ ചിലപ്പോൾ അനുകൂലമാകാം, പ്രതികൂലമാകാം. ക്വിസ് മത്സരത്തിൽ വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷേ നിങ്ങൾ വചനം പഠിച്ചു. 3-ാം റൗണ്ട് വരെ നിങ്ങൾ എത്തി. വളരെ നല്ലൊരു മത്സരം കാഴ്ചവെച്ചു. അഭിമാനത്തോടെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഒന്നുമേ വിഷമിക്കേണ്ടതില്ല. ടീം ഗബ്രിയേലിനെയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ടീം ഗബ്രിയേലിന് ഷാലോം ടെലിവിഷൻ നൽകുന്ന സമ്മാനമുണ്ട്.
ആ സമ്മാനം ഏറ്റുവാങ്ങാൻ നിങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാലോം ടെലിവിഷൻ നൽകുന്ന പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന ഈ പുസ്തകവുമാണ് ടീം ഗബ്രിയലിന് സമ്മാനമായി നൽകുന്നത്. ടീമിനെ ക്ഷണിക്കുന്നു. കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മതേഴ്സ് ബൈബിൾ ക്വിസ്. താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുമ്പോൾ മാതാക്കളിലൂടെ വചനം പങ്കുവയ്ക്കുന്ന വലിയ ഉത്സവത്തിൽ നാം ഓരോരുത്തരും പങ്കാളികളാവുകയാണ്. മാതാക്കളുടെ ഈ വലിയ ഉദ്യമത്തെ ദൈവം തന്നെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്കും അവരെ പ്രോത്സാഹിപ്പിക്കാം. അടുത്ത ആഴ്ച പുതിയ ടീം അംഗങ്ങളുമായി പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഏവർക്കും ഗുഡ് ബൈ.